ഹായ് ഹലോ. അപ്പോൾ ദേ ഇന്ന് രാവിലെ തന്നെ ഞങ്ങൾ ഒരു 7 മണിയൊക്കെ ആയപ്പോഴേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങി. വേറെ എങ്ങോട്ടുമല്ല, ഒരു അമ്പലത്തിലോട്ട് പോകാനായിരുന്നു, കല്ലേലി അപ്പപ്പൻകാവ്. അപ്പോൾ ദേ അവിടെ ചെന്നപ്പോഴേക്കും എൻ്റെ പൊന്നു പറയാതിരിക്കാൻ വയ്യ. അത്രയ്ക്ക് ഒരു പ്രത്യേക തരമായിട്ട് ഒരു കാട്ടിലൊക്കെ ഉള്ള ഒരു അമ്പലം എന്ന് പറയുമ്പോഴേ നമുക്കൊരു പ്രത്യേക ഒരു സുഖമാണ്. അവിടെയൊക്കെ അവിടെ ഉത്സവം കൂടി നടക്കുന്നതുകൊണ്ട് ഒരു പ്രത്യേക സുഖവും കൂടിയായിരുന്നു കേട്ടോ. പിന്നെ വീഡിയോ എടുക്കാനായിട്ട് ഒരു ചെറിയൊരു പേടിയുണ്ടായിരുന്നു. അമ്പലത്തിൻ്റെ അകത്തോട്ട് ഫോണും ഒക്കെ പിടിച്ചുകൊണ്ട് പോക്കേ എനിക്കതൊരു ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ചെറിയ രീതിയിലൊക്കെ ഉള്ളൂ, അതും പേടിച്ചാണ് വീഡിയോ ഒക്കെ എടുത്തത് തന്നെ. പിന്നെ കുറച്ച് നേരം അവിടെയൊക്കെ ഇരുന്ന് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ നേരെ പുറത്തോട്ട് ഇറങ്ങി. അപ്പം ഞാൻ ആദ്യം ഓർത്തത് ഈ ഒരു അമ്പലത്തിൽ മാത്രമേ പോകുന്നുള്ളെന്നും പറഞ്ഞത്. അപ്പോൾ ഒരു 10 മണിയൊക്കെ ആയായിരുന്നു. പിന്നെ പെട്ടെന്ന് നേരെ ഞങ്ങൾ അച്ഛൻ കോവിലും കൂടെ പോകാമെന്ന് വെച്ചു. ഒരു പെട്ടെന്നുള്ളൊരു പ്ലാനും കൂടിയായിരുന്നു. സത്യം പറഞ്ഞാൽ ഇന്നത്തെ ഒരു ദിവസമേ ഒരു യാത്ര ആയിരുന്നു. അങ്ങനെ കുറേ നേരമൊക്കെ അങ്ങനെ ഓരോ കോപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ കാണിച്ചൊക്കെ ഇരുന്നു. അപ്പോൾ ഞങ്ങൾ ഇടയ്ക്ക് ഫുഡ് കഴിക്കാനായിട്ട് കയറി. അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും ഫുഡ് വേണ്ടെന്ന് പറഞ്ഞു. കാരണം അവർ രാവിലെ തന്നെ ഭക്ഷണം കഴിച്ചിട്ടാണ് വന്നത്. പിന്നെ ഈ പോകുന്ന ഓരോ വഴികളും എന്ത് രസമായിരുന്നെന്നറിയോ. അങ്ങനെ ഞങ്ങൾ അച്ഛൻ കോവിലെത്തി, അവിടെയൊക്കെ തൊഴുത് തിരിച്ചു വരുന്ന വഴിക്ക് 2 മയിലിനെയൊക്കെ കണ്ടു. പിന്നെ ഞങ്ങൾ നേരെ വിട്ടത് തെങ്കാശിക്കായിരുന്നു. അപ്പോൾ പോകുന്ന വഴിയിൽ ഞങ്ങളുടെ സ്ഥിരമായ അമ്പലങ്ങളും കാര്യങ്ങളും ഒക്കെ കാണുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ വെച്ചടിച്ച് ത്രില്ലോടെ പോകുന്നത് ഈ ഒരു പാറപ്പുറത്തോട്ടാണ്. വേറൊന്നുമല്ല, ഈ പാറ കാണുമ്പോഴേ നിങ്ങൾക്ക് പിടികിട്ടും ഇതെന്താ സംഭവമെന്ന്. കൂടുതലും എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പടവും കൂടിയാണ്, നമ്മുടെ വിക്രമിൻ്റെ പടവും കൂടിയാണ്. അപ്പോൾ ഈ ഒരു പടവും ഈ പാറയൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് പിടികിട്ടുന്നുണ്ട്. പക്ഷെ ഞാൻ നല്ല ത്രില്ലിലാണ് കേട്ടോ പോയത്. ഇങ്ങനെ ഒരു സ്ഥലമൊക്കെ കാണാൻ പറ്റുന്നത് തന്നെ നമ്മൾ TV കണ്ട ഒരു സിനിമയുടെ ഒരു ലൊക്കേഷനിലൊക്കെ പോകുന്നതെന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ത്രില്ലുള്ള ഒരു കാര്യമാണ്. അങ്ങനെ കുറേ നേരമൊക്കെ നിന്നു. അവിടെയാണെങ്കിൽ ഒടുക്കത്തെ ചൂടും നല്ല കാറ്റുമായിരുന്നു കേട്ടോ. ഈ വെയിലടിക്കുന്നത് കാറ്റിൻ്റെ ഒരിതിൽ നമുക്കറിയാനേ പറ്റുന്നില്ലായിരുന്നു. കാറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മാതിരി കാറ്റായിരുന്നു. പിന്നെ കുറച്ച് നേരമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കറങ്ങിയൊക്കെ അടിച്ചു നിന്നു. പിന്നെ ഞങ്ങൾ ഭക്ഷണമൊന്നും കഴിച്ചിട്ടൊന്നുമില്ലായിരുന്നു. അതിൻ്റേതായിട്ടുള്ള മുഖത്ത് നല്ല ക്ഷീണമുണ്ട്. ഈ കട്ട വെയിലൊക്കെ കൊണ്ട് മുഖമൊക്കെ ഒരുമാതിരി ആയി കേട്ടോ. പിന്നെ കുറച്ച് നേരമൊക്കെ അവിടെ നിന്ന് ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുത്ത് ഞങ്ങൾ വീട്ടിലോട്ട് പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.